കേരള സർവകലാശാലയിലെ അധികാരപ്പോരിൽ ഇനി നിർണായകം ഹൈക്കോടതി വിധി. രജിസ്ട്രാർ അനിൽകുമാറിന്റെ ഹർജിയിൽ കോടതി നിരീക്ഷണം അനുകൂലമായതിൽ പ്രതീക്ഷ വയ്ക്കുകയാണ് സിൻഡിക്കേറ്റ്. വിസിയുടെ അധിക്ഷേപ പരാമർശത്തിൽ രാഷ്ട്രീയമായും നിയമപരമായും പ്രതിരോധം തീർക്കാനും ഇടതംഗങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ വിട്ടുവീഴ്ചയിലെന്ന കടുംപിടുത്തത്തിൽ തന്നെയാണ് ഡോക്ടർ മോഹനൻ കുന്നുമേലുള്ളത്. സർവകലാശാല നിയമങ്ങൾ പ്രകാരം ആരാണ് പരമാധികാരി എന്നതിനെ ചൊല്ലിയാണ് സിൻഡിക്കേറ്റും വിസിയും തമ്മിലടിക്കുന്നത്. സ്വസ്ഥമായി ജോലി ചെയ്യാൻ അനുവദിക്കണമെന്ന് കാട്ടിയാണ് രജിസ്ട്രാർ അനിൽകുമാർ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. സസ്പെൻഷൻ നടപടി കൈക്കൊണ്ടത് എന്ത് അധികാരം ഉപയോഗിച്ച് എന്ന് വൈസ് ചാൻസലറോട് കോടതി ചോദിച്ചു. സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നെങ്കിലും സമയം വേണമെന്നായിരുന്നു വിസിയുടെ അഭിഭാഷകന്റെ ആവശ്യം. മറുവശത്ത് തങ്ങളെ അധിക്ഷേപിച്ച വിസിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സിൻഡിക്കേറ്റ്. ജനാധിപത്യ വിരുദ്ധ നടപടികൾ ഉണ്ടായാൽ നിയമപരമായി നേരിടുമെന്നാണ് പ്രഖ്യാപനം. വേണ്ടിവന്നാൽ പ്രക്ഷോഭങ്ങളിലേക്ക് കടക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. ഇടതംഗങ്ങൾ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവരാണെന്നായിരുന്നു സംഘടനാ പ്രതിനിധികളുടെ യോഗത്തിൽ വിസിയുടെ പരാമർശം. രജിസ്ട്രാർ KS അനിൽകുമാർ കോടതിയിൽ സമർപ്പിച്ചത് വ്യാജരേഖകളാണെന്നും വിസി ആരോപിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സർവകലാശാലയ്ക്ക് വേണ്ടി എതിർ സത്യവാങ്മൂലം നൽകിയ അഭിഭാഷകനോട് വിസി വിശദീകരണം തേടിയിട്ടുണ്ട്. രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പൻ നൽകിയ വസ്തുതാ വിവരണ സ്റ്റേറ്റ്മെന്റ് മറച്ചുവെച്ച് യൂണിവേഴ്സിറ്റി അഭിഭാഷകൻ സത്യവാങ്മൂലം സമർപ്പിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് നടപടി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.